ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യങ്ങളാണ്. ഇത് 4ാമത്തെ പാർട്ടാണ്. മുൻപത്തെ പാർട്ടുകൾ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇത് 2018 നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളിത് ജി കെ, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് നോക്കാം. ഇത് മലയാളം മീഡിയത്തിൽ നടന്ന ചോദ്യപേപ്പറാണ്. മലയാളം മീഡിയത്തിൽ പരീക്ഷകൾ സെലക്ട് ചെയ്താലും നമുക്ക് ഇംഗ്ലീഷ് കൂടി ചോദ്യങ്ങൾ കാണാൻ കഴിയും. നമ്മൾ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ സമയത്ത് നമ്മൾ അവസാനം നോക്കിയിരിക്കുന്ന ഏത് ലാംഗ്വേജിലാണോ ആ ഒരു ഭാഷയിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് നോക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണിത് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മലയാളത്തിലായിരിക്കും. ഡാഷ് ഈസ് എ കോസ്റ്റൽ സ്റ്റേറ്റ് ഓൺ ദ വെസ്റ്റ് ഓഫ് ഇന്ത്യ. ഗോവ പടിഞ്ഞാറ് തീരത്തുള്ള ഒരു കടൽ തീര സംസ്ഥാനമാണ് ഗോവ. ഡാഷ് ബംഗ്ലാദേശ് ആൻഡ് ഡാഷ് ഹാവ് സൈൻഡ് ട്രിപ്പറേറ്റ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU ഫോർ കോർപ്പറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് രൂപാർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിയർ ധാക്ക, ബംഗ്ലാദേശ്. ഇന്ത്യ, റഷ്യ. ഇന്ത്യ, ബംഗ്ലാദേശ് ആൻഡ് റഷ്യ ഒരു 3 ചേർന്നിട്ടാണ് MOU ബംഗ്ലാദേശിലെ ധാക്കയിൽ രൂപാർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിർമ്മിക്കാൻ ഒപ്പുവെച്ചത്. നാരങ്ങ വെള്ളത്തിന് ഡാഷ് ഒരു pH ഉണ്ട്. 2. നാരങ്ങ വെള്ളത്തിൻ്റെ pH 2ആണ്. ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് പവർ ആൻഡ് ടൈം. ഇറ്റ്സ് യൂണിറ്റ് ഈസ് WS ആൻഡ് kWh. വാട്ട് ഈസ് ഇറ്റ്? ഇലക്ട്രിക്കൽ എനർജി. പവറിൻ്റെയും ടൈമിൻ്റെയും പ്രൊഡക്റ്റാണ് ഇലക്ട്രിക്കൽ എനർജി. ഇതിൻ്റെ യൂണിറ്റ് വാട്ട്, ഡബ്ല്യൂയിലും അല്ലെങ്കിൽ കിലോ വാട്ട് അവറിലും പറയുന്നതായിരിക്കും. നെർവസ് ടിഷ്യൂകളുടെ പ്രവർത്തനം ഡാഷ് സന്ദേശങ്ങൾ എത്തിക്കുന്നതിനാണ്. ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ. നെർവസ് ടിഷ്യൂകളുടെ പ്രവർത്തനം ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും സന്ദേശങ്ങൾ എത്തിക്കുന്നതിനാണ്. വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ടീ? ആസാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാമാണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കണോമി, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് FDI? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ത്യൻ എക്കോണമിയിൽ FDI എന്നതിൻ്റെ ഫുൾ ഫോമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എ സോഴ്സ് പ്രൊഡ്യൂസ് 10 ക്രസ്റ്റ്സ് ആൻഡ് 10 ത്രോട്ട്സ് ഇൻ 0.1 സെക്കൻഡ്. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് പ്രൊഡ്യൂസ്ഡ്? ഇവിടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് ക്രസ്റ്റ്സ് ഓർ ത്രോട്ട് ബൈ ടൈം ടേക്കൺ. ഇവിടെ 10/0.1 = 100 ഹെഡ്സ്. ഓപ്ഷൻ എ 100 ഹെഡ്സ്. ഇങ്ങനെ ചോദ്യം തന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. നമ്പർ ഓഫ് ക്രസ്റ്റ്സ് ഓർ ത്രോട്ട് ബൈ ടൈം ടേക്കൺ. വിച്ച് ഓഫ് ദിസ് ഈസ് നോട്ട് ആൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽ? തന്നിരിക്കുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽ അല്ലാത്ത ഏതെന്നാണ് ചോദ്യം. പൊട്ടാസ്യം. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 2 വരുന്ന 6 മൂലകങ്ങളാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയതാണ്. അറിയാത്തവർ കഴിഞ്ഞ വീഡിയോ കാണുക. കാൽസ്യം, മഗ്നീഷ്യം, ബെറിലിയം ഇതെല്ലാം ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്. ഗ്രൂപ്പ് 2 വരുന്ന 6 മൂലകങ്ങൾ. പൊട്ടാസ്യം ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റൽ അല്ല. എ പാസഞ്ചർ ഫാൾസ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ വെൻ എ മൂവിംഗ് ബസ് അപ്ലൈസ് ബ്രേക്സ് ടു സ്റ്റോപ്പ് ആൻഡ് ഫാൾസ് ബാക്ക്വേഡ്സ് വെൻ ഇറ്റ് ആക്സലറേറ്റ്സ് ഫ്രം റെസ്റ്റ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഡാഷ്. ഇനേർഷ്യ, ജഡത്വം. അതായത് ബസ്സിലൊക്കെ നമ്മൾ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഓടിക്കുമ്പോൾ നമ്മൾ വീഴാൻ പോകുന്നു. ഇതിനാണ് ജഡത്വം അഥവാ ഇനർഷ്യ എന്ന് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ബിലോ ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ആസിഡ്സ്? ദർ പ്രസൻസ് ടെൻസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. അതായത് ആസിഡിൻ്റെ ഒരു സ്വഭാവമല്ലാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നത് ആസിഡ് അല്ല. ഇനി ആസിഡിൻ്റെ ചില പ്രോപ്പർട്ടികൾ നോക്കാം. ദർ പ്രസൻസ് ടെൻസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. ദ കൊറോഡ് മെറ്റൽ സർഫേസ് സ്ലോലി. സാവധാനം തുരുമ്പ് പിടിക്കുന്നു. ദ ആക്ട് ആസ് ഇലക്ട്രോലൈറ്റ് ഇൻ സൊല്യൂഷൻ. ദ ലൈൻ ദാറ്റ് ജോയിൻസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ പോൾ ഓഫ് ദ കർവ്ഡ് സർഫേസ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ് ഈസ് സെക്രേറ്റഡ് ബൈ ദ പിറ്റ്യൂട്ടറി ടു സ്റ്റാർട്ട് ദ ഓവുലേഷൻ പ്രോസസ്? ലൂട്ടനൈസിംഗ് hormone. Name the group and period of modern periodic table in which carbon is placed.
സെക്കൻഡ് പീരീഡ് ആൻഡ് 14th ഗ്രൂപ്പ്. അതായത് ഇങ്ങനെ താഴേക്ക് കുറേ കാണാം, ഇങ്ങനെ ഒരു 18 കാണാം, അതാണ് ഗ്രൂപ്പുകൾ. പിന്നെ ഇങ്ങനെ വിലങ്ങനെ കാണുന്നത് പീരീഡ്. ഏറ്റവും മുകളിലൂടെ ഹൈഡ്രജനും ഇവിടെ ഹീലിയവും കാണാം. അതിന് താഴെ രണ്ടാമത്തെ പീരീഡിൽ 14th ഗ്രൂപ്പിൽ ആണ് കാർബൺ കാണപ്പെടുന്നത്. ഒരു മാസത്തിൽ ഒരു കുടുംബം 245 യൂണിറ്റ് ഊർജ്ജം ഉപഭോഗം ചെയ്തു. ഇത് ജൂൾസിൽ എത്രത്തോളം ഊർജ്ജമാണ്? ഇങ്ങനത്തെ ഫിസിക്സിലെ കണക്കുകൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ടതാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇവിടെ 245 യൂണിറ്റ് ഊർജ്ജം ഉപഭോഗം ചെയ്തെന്ന് പറയുന്നു. ഇത് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 3.6 × 10⁶ ജൂളാണ്. അപ്പോൾ 245 യൂണിറ്റ് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 245 × 3.6 × 10⁶ ജൂളായിരിക്കും. അപ്പോൾ 245 × 3.6 882 × 10⁶ ജൂൾ. യൂണിറ്റിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. അതായത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 3.6 × 10⁶ ജൂൾ ആണ്. അതുപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതായിരിക്കും. നിപ്പ് ഈസ് റിലേറ്റഡ് ടു ക്രഷ് ഇൻ ദ സെയിം വേ ആസ് കോൾഡ് ഈസ് റിലേറ്റഡ് ടു ചിൽഡ്. 2017 ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരായിരുന്നു? എസ് ജയശങ്കർ. ഇപ്പോഴത് വിക്രം മിശ്രയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്ര. വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗെയിം ഓർ സ്പോർട്ട് സാൾട്ട് ലേക്ക് വേൾഡ് കപ്പ് ഈസ് അസോസിയേറ്റഡ്? ആർച്ചറി. അമ്പെയ്ത്ത് മത്സരമാണ് സാൾട്ട് ലേക്ക് വേൾഡ് കപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെള്ളം എന്നത് കിണർ എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ ഡോൾഫിൻ എന്നതുമായി ബന്ധപ്പെട്ടതാണ്. കടൽ. കിണറിൽ വെള്ളം കാണപ്പെടുന്നു, കടലിൽ ഡോൾഫിൻ കാണപ്പെടുന്നു. ഇൻവോളണ്ടറി ആക്ഷൻസ് ഇൻക്ലൂഡ്സ് ബ്ലഡ് പ്രഷർ, സലവേഷൻ ആൻഡ് വോമിറ്റിംഗ് ആർ കൺട്രോൾഡ് ബൈ ദ ഡാഷ്. മെഡുല. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അനിയന്ത്രിത പ്രവർത്തനങ്ങൾ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ബ്ലഡ് പ്രഷർ, ഉമിനീർ ഉൽപ്പാദനം, ഛർദി, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല. ഇനി പറയുന്നതിൽ എന്തിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഖരപദാർത്ഥങ്ങളെ ഉയർന്ന മർദ്ദത്തിൽ ചൂടാക്കാനാണ് ലബോറട്ടറികളിൽ തീച്ചൂള ഉപയോഗിക്കുന്നത്? സിലിക്കൺ. സിലിക്കണിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഖരപദാർത്ഥങ്ങളെ ഉയർന്ന മർദ്ദത്തിൽ ചൂടാക്കാനാണ് ലബോറട്ടറികളിൽ തീച്ചൂള ഉപയോഗിക്കുന്നത്. വിഖ്യാതമായ അർജുന അവാർഡ് ഭാരത സർക്കാർ എന്നാണ് നൽകി തുടങ്ങിയത്? 1961. വിഖ്യാതമായ അർജുന അവാർഡ് ഭാരത സർക്കാർ 1961 മുതലാണ് നൽകി തുടങ്ങിയത്. ഡാഷ് ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നു? ഉത്തരായന രേഖ. ഉത്തരായന രേഖ ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തിനാണ് ദിശയില്ലാതെ വ്യാപ്തി മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളത്? പ്രവൃത്തി. പ്രവൃത്തിക്ക് ദിശയില്ല, പകരം വ്യാപ്തി അഥവാ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഉള്ളത്. ഡാഷ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം? ആക്സലേഷൻ. ആക്സലേഷൻ ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടക്കുന്ന വെലോസിറ്റി അഥവാ പ്രവേഗത്തിലെ വ്യത്യാസമാണ് ആക്സലറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായ എം നടരാജൻ ഈയിടെ അന്തരിച്ചു. അദ്ദേഹം ശശികലയുടെ ഭർത്താവ്. എം നടരാജൻ ശശികലയുടെ ഭർത്താവാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കെമിക്കൽ ഫോർമുല ഡാഷ് ആണ്? CaSO4 ഹാഫ് H2O. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് CaSO4 ഹാഫ് H2O. എഡ്വിൻ ന്യൂട്ടൺ ആണ് 1912 ഡാഷിനും മധ്യേ ന്യൂഡൽഹിയുടെ ഒരു ഭാഗം രൂപകൽപ്പന ചെയ്തത്? 1931. എഡ്വിൻ ന്യൂട്ടനാണ് 1912 1931 മധ്യേ ന്യൂഡൽഹിയുടെ ഒരു ഭാഗം രൂപകൽപ്പന ചെയ്തത്. ലിംബു ഭാഷയ്ക്കും സാഹിത്യത്തിനുമുള്ള സംഭാവനയ്ക്കായി 2017 പത്മശ്രീ പുരസ്കാരം ലഭിച്ചതാർക്ക്? ബിർക്ക ബഹാദൂർ മുരിംഗ്ല. ലിംബു ഭാഷയ്ക്കും സാഹിത്യത്തിനുമുള്ള സംഭാവനയ്ക്കായി 2017 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ബിർക്ക ബഹാദൂർ മുരിംഗ്ലയ്ക്കാണ്. 4.5 kWh ഈസ് ഈക്വൽ ടു ഡാഷ് ജൂൾ. ഇതിന് ഉത്തരം തന്നിട്ടില്ല, പക്ഷെ നേരത്തെ നമ്മൾ ഇതിൻ്റെ ചെയ്തതാണ്. kWh തന്നിരിക്കുന്ന ഒരു യൂണിറ്റിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 3.6 × 10⁶ കൊണ്ട് ഗുണിച്ചാൽ മതി.
ഇവിടെ 5.4 ഇൻറ്റു 3.6 19.44 ഇൻറ്റു 10⁻6 ജൂൾ. കിലോ വാട്ട് അവറിലും യൂണിറ്റിലും തന്നിരിക്കുന്ന വസ്തുവിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3.6 ഇൻറ്റു 10⁻6 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ 5.4 കിലോ വാട്ട് അവറിനെ ജൂളിലേക്ക് മാറ്റുമ്പോൾ 19.44 ഇൻറ്റു 10⁻6 ജൂൾ എന്ന് കിട്ടും. സ്റ്റാൻജുമ മെമ്മോറിയൽ ബോക്സിംഗ് ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 11. ഇപ്പോൾ 2024 8 മെഡലുകളാണ് ലഭിച്ചത്. സ്റ്റാൻജുമ മെമ്മോറിയൽ ബോക്സിംഗ് ടൂർണമെൻറ്റിൽ 2024 8 മെഡലുകൾ ഇന്ത്യക്ക് ലഭിച്ചു. 2018 UK പൊളിറ്റിക്കൽ ആൻഡ് പബ്ലിക് അവാർഡ്സിൽ ലൈഫ് ടൈം പുരസ്കാരം നേടിയതാര്? ശത്രുഘ്നൻ സിൻഹ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയിൻറ്റ്സ് ആർ ഫേമസ് ഇൻ ബീഹാർ? മധുബാനി. ബീഹാറിലെ പ്രസിദ്ധമായ പെയിൻറ്റിംഗ് ആണ് മധുബാനി. ഡാഷ് വാസ് ബോൺ ഇൻ എ ഗ്രവ് നോൺ ആസ് ലുംബിനി നിയർ ദ സിറ്റി ഓഫ് കപിലവസ്തു. ഗൗതമ ബുദ്ധ. ഗൗതമ ബുദ്ധ കപിലവസ്തുവിന് അടുത്തുള്ള ലുംബിനിയിലാണ് ജനിച്ചത്. ആർ പ്രജ്ഞാനന്ദ ഈയിടെ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ആയത് ഏത് ഗെയിം കായിക ഇനത്തിലാണ്? ചെസ്. ആർ പ്രജ്ഞാനന്ദ ചെസ് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് സംസ്ഥാനത്തിനാണ് ശ്രീമദർശൻ പദ്ധതി അംഗീകരിക്കപ്പെട്ടത്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് ശ്രീമദർശൻ പദ്ധതി. 5 തവണ BJP MLA ആയ ജയറാം താക്കൂർ ഡാഷ് 14ാമത് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റു. ഹിമാചൽ പ്രദേശിൻ്റെ. 5 തവണ BJP MLA ആയ ജയറാം താക്കൂർ ഹിമാചൽ പ്രദേശിൻ്റെ 14ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. ഇപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു. ഇപ്പോഴത്തെ ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു. 5 ഭൂഖണ്ഡങ്ങളിലെയും സമുദ്ര ചാനലുകൾ നീന്തിക്കയറിയ ലോകത്തിലെ ആദ്യ വനിത ആരാണ്? ബുല ചൗധരി. 5 ഭൂഖണ്ഡങ്ങളിലെയും സമുദ്ര ചാനലുകൾ നീന്തിക്കയറിയ ലോകത്തിലെ ആദ്യ വനിതയാണ് ബുല ചൗധരി. മനുഷ്യനുള്ള ഇൻസുലിൻ പരോക്ഷ ജനിതകമായ ട്രാൻസ്ജനിക് ഏത് ജീവിവർഗത്തിൽ നിന്നാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? എസ്ചെറിയ. മനുഷ്യനുള്ള ഇൻസുലിൻ പരോക്ഷ ജനിതകമായ ട്രാൻസ്ജനിക് എന്നത് എസ്ചെറിയ എന്ന ജീവിവർഗത്തിൽ നിന്നാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. കൂടുതൽപ്പെടാത്തത് പോസിറ്റീവ് ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ, ഡിക്ലറേഷൻ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടെടുക്കുന്നു. വിജയകരമായ IT ആപ്ലിക്കേഷനുള്ള ജിയോസ്പാഷ്യൽ വേൾഡ് എക്സലൻസ് അവാർഡ് 2018 പുരസ്കാരം ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് നേടിയത്? ഒഡീഷ. അമോണിയ ഉണ്ടാക്കുന്നതിന് ഏത് മൂലങ്ങളാണ് സംയോജിപ്പിക്കുന്നത്? ഹൈഡ്രജനും നൈട്രജനും. ഹൈഡ്രജനും നൈട്രജനും സംയോജിപ്പിച്ചാണ് അമോണിയ ഉണ്ടാക്കുന്നത്. NH3. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ബിലോങ്സ് ടു ദ കാറ്റഗറി ടെറിഡോഫൈറ്റ? മെർസീലിയ. ടെറിഡോഫൈറ്റ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് മെർസീലിയ. The molecular mass of nitrogen is 28. Its atomic mass is 14. The atomicity of nitrogen is. Atomicity കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. മോളിക്കുലർ വെയ്റ്റ് ബൈ ആറ്റോമിക് വെയ്റ്റ്. ഇവിടെ മോളിക്കുലർ മാസ് തന്നിരിക്കുന്നത് 28, ആറ്റോമിക് മാസ് തന്നിരിക്കുന്നത് 14 = 2. ഓപ്ഷൻ എ 2. ഇതിൻ്റെ ഇങ്ങനത്തെ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കുക. മിക്കവാറും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ആറ്റോമിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മോളിക്കുലർ വെയ്റ്റ് ബൈ ആറ്റോമിക് വെയ്റ്റ്. ആറ്റോമിസിറ്റി എന്താണെന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഓർഡറിൽ എല്ലാവരും കണ്ടുവരിക.